അതിലും കനക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചൂട്. ആര് വാഴും ആര് വീഴും, അതൊരു ചോദ്യമായി ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. LDF തുടരുമോ അതോ UDF ഭരണം പിടിക്കുമോ, അതോ മാറ്റത്തിനായി BJP വരുമോ? ജനങ്ങളോട് ചോദിക്കാം. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുന്ന പറയാ. ഞങ്ങള് LDF വരുന്ന വിചാരിക്കുന്നത്. ഭരണം അങ്ങനെയാണ്. അതാണ്. അതെ. ഇവിടേക്ക് ആവും തോന്നില്ല. പിണറായി തന്നെ വരും എന്നാ തോന്നുന്നു. നല്ല രാജേഷ് വരും. ആരാവും ജയിക്കാൻ ഇവിടെ വിചാരിക്കും. ഒന്നും പറയുന്നു. അല്ല, മുൻകൈ അവർക്ക് മുൻഗണന അവർക്ക് തന്നെ സർക്കാർ. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇവിടെ പിണറായിയാണ് ഇവിടെ വരുള്ളൂ. ഷൊർണൂർ മണ്ഡലത്തില് UDF LDF അതോ BJP വരുമോ? LDF. മമ്മിക്കുട്ടി ജയിക്കും എന്നാണ് പറയുന്നത്. ജയിക്കണം. കാരണം എന്താണ്? എന്താ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ഗുണമുണ്ട്, അതുകൊണ്ടാണ്. എല്ലാം കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ആവണം. ഇതിപ്പോ ഞാരത് അറിയാതാക്കില്ലല്ലോ. ആവുന്നാണ്. അതെ, മൂന്നാം പ്രാവശ്യവും കയ്യിലെന്നാണ് തോന്നണത്. അയാളെ കൊണ്ടിപ്പോ നല്ല സഹായം കാണാനുണ്ട്. അതാ ഇനിയിപ്പോ ഒന്നുകൂടെ ഇല്ലാതല്ല പറയണത്. അല്ല, ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അടുക്കാണ്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? കാരണം എന്താണ്? സ്ഥിരമായിട്ടും പല ഇതും ചെയ്യുന്നൊക്കെ അദ്ദേഹം തന്നെ, പല പുരോഗതികളൊക്കെ, പല നേട്ടങ്ങളും. ആരാണ് ജയിക്കുക? ശങ്കുട്ടി ദാസ്. കാരണം എന്താണ്? കാരണം ആള് നല്ല വ്യക്തിയാണ്. നരേന്ദ്രമോദിയുടെ അയാൾ ജയിച്ചു പോയ നരേന്ദ്രമോദിയുടെ കൂടുതൽ സഹായങ്ങൾ ഇവിടേക്ക് കിട്ടുകയും അങ്ങനെയൊക്കെ മെച്ചമുണ്ടാവും. മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. BJP ഒരു മാറ്റം കൊണ്ടുവരും തീർച്ചയായിട്ടും. ഷൊർണൂർ മണ്ഡലത്തില് ആര് ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞോ? LDF തുടരുമോ അതോ UDF വരുമോ അതോ BJP ഒരു മാറ്റം കൊണ്ടുവരുമോ? BJP മോശം. എൻ്റെ അഭിപ്രായത്തിൽ LDF തന്നെ വരുന്നു. നിങ്ങളാരാ? കാരണം പറഞ്ഞാൽ കുറച്ച് ഓവറാ. കഴിവില്ല UDFന്. ഞാൻ ഒരു പാർട്ടി കേട്ടോ, രാഷ്ട്രീയത്തിൽ വലിയ പേര് ഉണ്ടാവുന്ന എൻ്റെ അഭിപ്രായം. പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവുന്നാണോ പറയുന്നത്? എൻ്റെ അഭിപ്രായം അത് ഇന്ത്യക്ക് രാഷ്ട്രീയം കേട്ടോ. വ്യക്തിപരമായിട്ട് ഞാൻ BJP ആണ്. വ്യക്തിപരമായി ഞാൻ BJP ആണ്. പക്ഷെ അവിടെ ഇപ്പോൾ കമ്മിയാണ്. നിങ്ങൾ ചോദിച്ചാൽ ആര് വരും? അതാണ് ഒരുപാട് വികസനങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ വന്നു എന്നാണ് LDF സർക്കാർ പറയുന്നത്. അപ്പം കുറേയൊക്കെ വന്നു. ആ ഇവിടെയൊക്കെ അവിടെ പറഞ്ഞത് ആ ഭരണമൊക്കെ ആ വയനാട്ടിലൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ അഭിപ്രായം മോഡി
മോഡിയാണ്. പക്ഷെ അതിൻ്റെ അണികൾ ഇവിടെ ഇല്ല. അതാണ് കേട്ടോ, അണികളില്ല. അണികൾ എന്ന് പറഞ്ഞാൽ മോഡിയല്ല വ്യക്തിപരമായ അഭിപ്രായം. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? എന്താണ് അഭിപ്രായം? LDF വരുമോ അതോ UDF വരുമോ? BJP ഒരു മാറ്റം കൊണ്ടുവരുമോ? LDF ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോ LDF-ന് ഭരണ തുടർച്ച കാണുന്നുണ്ടോ? ഭരണ തുടർച്ച കാണുന്നുണ്ടെന്നാ തോന്നുന്നു. അങ്ങനെ തോന്നുന്നത് എല്ലാവരും പറയുന്നതാണ് കേൾക്കുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? എന്താണ് അഭിപ്രായം? ഒരു മണ്ഡലത്തിൽ എന്താ LDF ജയിക്കും. LDF ജയിക്കും. ആ, വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ലോ. തന്നെ ഇപ്പോൾ നോക്കിയറിയാലോ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളായാലും ഗതാഗതത്തിലായാലും ശരി, വീടിൻ്റെ കാര്യത്തിൽ ശരി, പല മേഖല എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത് വ്യക്തമായിട്ട് പല മേഖലകൾ നിങ്ങൾ തന്നെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. മമ്മിക്കുട്ടീനെ ഇവിടെ ജയിക്കും. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? LDF തുടരുമോ അതോ UDF തിരിച്ചു പിടിക്കോ? BJP ഒരു മാറ്റം കൊണ്ടുവരുമോ? അത് പറയാൻ പറ്റില്ല ആര് വരുമെന്ന്. കോൺഗ്രസ് ആണ് അധികപക്ഷം വരും. കാരണം എന്താണ്? UDF. കാരണം കാരണം തുടർഭരണം അടിച്ചൊന്നും മാറി മാറി വരണല്ലോ. നല്ല ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ LDF ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കണക്കാണ്, ജനങ്ങളെ കൗത്ത് പിടിച്ചിട്ടല്ലേ. എന്ത് വികസനം ഉണ്ടെങ്കിലും നമ്മുടെ കൗത്ത് പിടിച്ചിട്ടാണ് അവർ അത് ഈടാക്കുക. ഇപ്പം കണ്ടോ, ക്ഷേമനിധി വേണ്ടെന്ന് പറഞ്ഞു ഒന്നായിട്ട് കെട്ടി. ആ കോവിഡ് കാലത്ത് ക്ഷേമനിധി ഒക്കെ എടുത്തു കളഞ്ഞാണ്. ഇപ്പം ഞാൻ കെട്ടിക്കുന്നു 750 രൂപ ക്ഷേമനിധി, വണ്ടിക്ക് മാത്രം. ഇതിലിപ്പോൾ നമുക്കെന്താ കാര്യമുള്ളൂ? കോൺഗ്രസ്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ആര് ജയിക്കുന്ന പറഞ്ഞാൽ ഇപ്രാവശ്യം UDF-നാണ് സാധ്യത. ഇത് LDF-ൻ്റെ മണ്ഡലമാണ്. ഷൊർണൂർ മണ്ഡലം LDF-ൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാര മേഖലകളെല്ലാം തകർന്നിട്ടിട്ടാണ്. വിലക്കയറ്റം ഇപ്പോൾ ഒന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ രാവിലെ മുതൽ കണ്ടിട്ട് നട്ടുച്ചക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി, ഓട്ടങ്ങളില്ല. സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ജീവിതമാർഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും പരാജയമാണ്. എന്നുവെച്ചാൽ ചിലവ് കൂടുതലും വരുമാനം കുറവുമാണ്. സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്ത ആൾക്കാരെ നമ്മൾ നാട്ടിലാക്കിക്കണം. കുറച്ച് ഭാഗമുള്ള സാമ്പത്തിക ഭദ്രതയുള്ളത്. ഈ തൊഴിലിന് പോകുന്ന ആൾക്കാർക്ക് തൊഴിലിന് പോകാനുള്ള വേതനം, തൊഴിൽ സാഹചര്യമല്ല, തൊഴിലിനുള്ള വേതനമല്ല, ചിലവ് കൂടുതലുമാണ്. അപ്പോൾ ഭരണപരാജയം നല്ലുണ്ട്. മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF വന്നാൽ മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്താ വെച്ചാൽ കാഴ്ചപ്പാടുള്ള വ്യക്തികൾ ഉണ്ട്. എന്താ വെച്ചാൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും അരിഗോവിന്ദൻ മാഷ് നാടിന് വേണ്ടപ്പെട്ട ഒരാളാണെന്നാണ് നമ്മൾ അറിവിലിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ മമ്മിക്കുട്ടി സാറും ഈ പറഞ്ഞ മാതിരി നാട്ടുകാർ കോൺഗ്രസ് വെച്ചാൽ ഭരണം കിട്ടിയാൽ അതിനുള്ള പാർട്ടി പിന്തുണയിൽ നിന്നത് പാർട്ടി അനുകൂലികൾ പറയുന്നവള് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ആ കാഴ്ചപ്പാടിൽ നിന്നിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുപ്പർക്ക് കഴിയണ്ടാവില്ല. BJPക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാനില്ല. വരും കാലങ്ങളിൽ ഉണ്ടാകാണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് BJPക്ക് ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് തുറക്കാൻ സാധ്യത കമ്മിയാണ്, കുറവാണ് കാഴ്ചപ്പാടിൽ. പിന്നെ ഇനി വന്ന തിരുവനന്തപുരമോ ഇതിലും കിട്ടി എത്രതൊക്കെ നേരിടുള്ളൂ. അല്ല ഈ ഭാഗങ്ങളിലൊന്നും കിട്ടാൻ സാധ്യതയല്ല. നമ്മളെ നാടിനൊരു വികസനം കൊണ്ടുവരുന്ന ഒരു നായകൻ വേണമെന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഒരു ചെറിയ സാഹചര്യത്തിൽ ഈ പറഞ്ഞ മാതിരി ചെറുപ്പക്കാരിലും എന്താ വിദ്യയുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും നാട്ടിൽ തന്നെ നിൽക്കാനും അവർക്ക് സംരംഭം നടത്താനും വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളതും അത് ആക്കി തീർക്കാനുള്ള ഒരു മന്ത്രിസഭ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാട് വികസിക്കും. അല്ല ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ കാണാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ അതേമാതിരി തിരിച്ചറിവുണ്ടെങ്കിൽ പോയി കാര്യം.
അപ്പൊ നാടിനെ നയിക്കാനായിട്ട് ഒരു നായകൻ എന്ന് പറയുന്നത് ഇപ്പൊ ആരെയാണ് തോന്നുന്നത്? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആര് അതിൽ നയിക്കാൻ കാര്യം ചെറുപ്പക്കാരും ഉണ്ട്, കഴിവുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ എന്താ വെച്ചാൽ ഇത് ഓലല്ല തീരുമാനിക്കുക. ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഓല നേതൃത്വം കൂടി ആലോചിച്ചിട്ടല്ലേ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന ആൾ വേണം എന്നുള്ളത് നമ്മൾ പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിന് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോയി നേരങ്ങളിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇവിടെ ജയിക്കാൻ കോൺഗ്രസ് തന്നെ. കാരണം എന്താ വെച്ചാൽ കാരണം തന്നെ മറ്റേ കോൺഗ്രസ് ഇവര് കുറെ നല്ലത് ചെയ്യും, അതിനനുസരിച്ച് ചീത്തയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നീങ്ങും. കാരണം ഇപ്പോൾ കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജയിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്ര അപ്പൊ ഹരിഗോവിന്ദൻ മാസ്റ്റർ ജയിക്കും എന്നാണ് പറയുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് വിജയിക്കും? ആര് വിജയിക്കുന്ന വെച്ചാൽ ഇപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഷൊർണൂർ അങ്ങനെ ഒരു സംഭവമാണ്. രണ്ടാളും രണ്ട് പീക്കിലെ പാർട്ടിയാണ്. പിന്നെ നമ്മളെ മാഷും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ 10 വർഷമായിട്ട് മറ്റാളും വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. ആരും മമ്മിക്കുട്ടി. അപ്പം നമുക്ക് ആരായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വരണം മാറി വരണേ നമുക്ക്. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. BJPയുടെ മാറ്റം എങ്ങനെ വരികയെന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഷൊർണൂറിന് വലിയ സാധ്യത കാണില്ല. ഞാൻ പാലക്കാട്ടേക്ക് അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ ഇവര് എന്തായാലും ഇവര് കോട്ടായിട്ട് നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല ആവണം, മറ്റൊരാവണം, മറിച്ചവരാവണം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ കൊണ്ട് എപ്പോഴും നിൽക്കണം. അതിൽ ആരാവെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അവരാരാക്കി വെച്ചാൽ ആ ടൈമിൽ ആരും ആവും. അത് നോക്കിയാ സാധ്യതയല്ല തോന്നുന്നു. അതങ്ങനെയാണ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇത്. അങ്ങനെയാണ് ഒരു ചേഞ്ച് തന്നെ. 10 വർഷമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു കുറേ പെൻഷൻ കൊടുത്ത് അവർക്ക് ഈ ഇലക്ഷൻ ടൈമിൽ കുറേ മറ്റേ ഇത് കൊടുത്തു പറഞ്ഞിട്ട് വേറെ വികസനങ്ങളും വല്ലാണ്ട് കാര്യമായിട്ടില്ല. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തൊക്കെ ഒരു കാര്യം വേണ്ടേ? അതിലിപ്പോൾ നമ്മളതിനെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഷൊർണൂർ മണ്ഡലത്തിൽ മാഷ് ജയിക്കും. പിടിക്കണം എന്നാലേ രസമുള്ളൂ. കഴിഞ്ഞ വഴിയുടെ മമ്മിക്കുട്ടിയല്ലേ ചെയ്തേ. ഇന്ന് മുമ്പ് സെക്കൻഡ് കൊടുക്കുകയൊക്കെ ചെയ്തു. രണ്ടാളും നല്ല ആൾക്കാരാണ്. കേട്ടോ, മാറ്റം വരണം. ഷൊർണൂർ മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് LDFന് വിജയ സാധ്യത കൂട്ടുന്നുണ്ടോ? ആരായാലും വരുമല്ലോ. 10 കൊല്ലം മരിച്ചാൽ അത് കോൺഗ്രസ് ആകുമ്പോൾ അതിലേറെ വരും. മുഖ്യമന്ത്രി ആരാവും? ഇതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ അവര് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ആരാണ് ഇനിയിപ്പോ ഇലക്ഷനിൽ ജയിക്കാൻ പോണത്? ഇലക്ഷന് ജനങ്ങളല്ലേ നിശ്ചയിക്കുക. ജനങ്ങൾ നിശ്ചയിക്കണം. നമ്മുടെ അമ്മയ്ക്ക് ആരാ ജയിക്കും തോന്നുന്നത്? ജയിക്കുന്നു തോന്നുന്നത് നമുക്ക് നമ്മുടെ നാടിനെ ആരാ സംരക്ഷിക്കാൻ പറ്റാത്ത അവർ ജയിക്കും. LDF വരോ, UDF വരോ, അതോ BJP വരോ? അതിപ്പോ എന്താ പറയുക, ആര് വരണം എന്നാണ്? ഞങ്ങൾക്ക് കോൺഗ്രസ് വരണം എന്നാണ് വിചാരം. പെൻഷനൊക്കെ കിട്ടിയോ? പെൻഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് ബാങ്കിലേക്കാ വരില്ല. വന്നിട്ട് അറിയില്ല ഇനി വന്നിട്ടോന്നാണ്. ഇവരും അത് 10 കൊല്ലം ഭരിച്ചില്ലേ. ഇനി അവരൊന്ന് നോക്കട്ടെ. ആ, മുഖ്യമന്ത്രി ആരാവും? മുഖ്യമന്ത്രി ഇപ്പോൾ ആരാവുന്നപ്പോൾ അവരല്ലേ നിശ്ചയിക്കുക. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? ശങ്കുട്ടിദാസ് ജയിക്കും. കാരണം എന്താണ്? ഇതിപ്പോൾ ട്രെൻഡ് BJPക്ക് അനുകൂലമാണ്. ഒരുപാട് വികസനങ്ങൾ ഷൊർണൂർ മണ്ഡലത്തിൽ വന്നു എന്നാണ് LDF പറയുന്നത്. അപ്പോൾ LDFന് ഒരു ഭരണ തുടർച്ച കാണുന്നുണ്ടോ അവിടെ? അത് പറയാനറിയില്ല. ഇപ്പോൾ വികസനം LDFന്റെ ആണ് ഉള്ളത്. പക്ഷെ അത് മാറണം എന്നുള്ളൊരു ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ചെയ്യും? പാർട്ടിയുടെ ബേസിസിലായിരിക്കും. പാർട്ടിയുടെ ബേസിസിലേക്കും ഇപ്പോഴത്തെ യുവ തലമുറയുടെ പറ്റിയിട്ടുള്ളൊരു അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ ഓരോരോ അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാത്ത ഒരു ലാക്കിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊരു
ആരൊക്കെയാണ് നല്ലത് അതൊക്കെ അറിഞ്ഞ് അതൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ മിക്കവാറും ആ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ഒരാൾക്ക് പോകണം. അതന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേണ്ടത്. അപ്പൊ ഏത് പാർട്ടിയാണ് ടീനേജേഴ്സിനും യൂത്തിനും ഒക്കെ സഹായമായിട്ട് തോന്നുന്നു? ഇപ്പോൾ ഓരോരോ വ്യക്തിത്വത്തിലെ ഓരോരോ ഓരോരോ ഇതാണല്ലോ, ഓരോരോ പർട്ടിക്കുലർ എന്താ ആൾക്കാരുടെ ഒരു തീരുമാനങ്ങളാണ്. ഇപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് വേണം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഇന്ന പാർട്ടി ആണെങ്കിൽ ആയിരുന്നുകൊണ്ട് ഇപ്പോൾ വേറൊരു പാർട്ടിക്കുലർ റൂളിങ്ങിൽ വരികയാണെന്ന് വെച്ചാൽ അവരുടെ ഒന്നും നമുക്കൊരു എങ്ങനെ അവർ ചെയ്യാന്നതെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പോഴും നമ്മൾ അവരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രം അതാ അതും നമുക്കൊന്ന് കാണണം അവരെങ്ങനെ ചെയ്യുക എന്നാൽ എന്നാലും നമുക്ക് അവരൊന്ന് ഭേദം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അപ്പോൾ അതൊരു മറ്റൊരു ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ നല്ലതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ് സാധ്യത ആർക്കാ കൂടുതൽ കാണുന്നത്? ഞാനങ്ങനെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു നമ്മുടെ ജെൻസിൻ്റെ ആയിട്ട് എന്താ അപ്കമിങ് പിള്ളേർക്കും അത് നല്ലത് എല്ലാ രീതിയിലും ചെയ്യുന്ന പാർട്ടി ആരൊക്കെയാണോ അവർക്ക്. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ് സാധ്യത? ആർക്കാണ് ഷൊർണൂർ മണ്ഡലത്തിൽ? മമ്മിക്കുട്ടി ജയിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ ഇവിടെ വികസനം ഇവിടെ നോക്കിയാൽ കാണില്ല. നമുക്ക് ഈ കാണുന്നുണ്ടല്ലേ റോഡൊക്കെ, അതാണ് വികസനത്തിന് കോട്ട്. UDF വരുമെന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്, വരാൻ സാധ്യത വൈകിപ്പോയി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വളരെയധികം അപാകതകളുണ്ടായി. കാരണം സ്ഥാനാർത്ഥി വളരെ വൈകിട്ട് വന്നത് തന്നെ മനസ്സിലായില്ല. പിന്നെ തമ്മത്തല്ലാണ് സ്ഥാനാർത്ഥികൾ. പിന്നെന്ത് നാടിനെ നയിക്കാൻ ഇനിയും മമ്മിക്കുട്ടി തന്നെ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ നാളെന്താ അറിയാമെന്ന് അറിയില്ല. ചിലർ പറയുന്നില്ലേ പിണറായിയുടെ രണ്ടാം സർക്കാർ മോശമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മളപ്പോൾ ഇനി രണ്ടാമത് എങ്ങനെ വരുന്നുള്ള കണ്ടറിയണം. അതാണ് അതിന്റെ സ്ഥിതി. മനസ്സിലായി. മൂന്നാമതൊരു ഭരണ തുടർച്ച കാണുന്നുണ്ടോ തലസ്ഥാനം? പറയാൻ വയ്യ. ഇവിടുത്തെ കാര്യം മമ്മിക്കുട്ടിക്ക് അവനാണ് സാധ്യത. ഷൊർണൂർ മണ്ഡലത്തിന് ആര് വിജയിക്കും? പറയണ്ടല്ലോ പറയണല്ലോ. ശബരിമല കേസ് ഷൊർണൂരിൽ ഒരുപാട് വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, LDF കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ഷൊർണൂർ വന്നില്ല. വികസനം കമ്മിയാണ്. ചേട്ടാ ആരാണ് വിജയിക്കുക? ഇവിടെ അടുത്ത വർഷത്തിന് തന്നെ കിട്ടും, മമ്മിക്കുട്ടി തന്നെ വരും. കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള എല്ലാവർക്കും അറിയാലോ, അതിൻ്റെതെല്ലാ 10 കൊല്ലത്തെ ഭരണം അതുമായിട്ടുള്ള എല്ലാതും അവർക്ക് തന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാലോ. അതിപ്പോൾ ഒന്നും മറച്ചു വെക്കേണ്ട ഒരു സംഗതി അല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി തീർച്ചയായിട്ടും. പിന്നെന്താ സംശയം? അതെന്തായാലും അങ്ങനെ തന്നെ. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് വിജയിക്കും? ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കും എന്ന് പറഞ്ഞാല് കണ്ണിലേക്ക് ചിലപ്പോ LDF വിജയിക്കും, ജയിക്കാനുള്ള സാധ്യതയാണ്. കാരണം എന്ന് പറഞ്ഞപ്പോ ഈ പിന്നെ പെൻഷൻ്റെയും പിന്നെ ഈ റേഷാപ്പിലുള്ള ഈ അരിയുടെയും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊക്കെ സാധ്യതയൊക്കെയാണ് കാണുന്നത്. പിന്നെന്താന്ന് ഇപ്പം ഇനി പറയാൻ പറ്റില്ല. വീണ്ടും മമ്മിക്കുട്ടി തന്നെ വരും മിക്കവാറും വേണ്ടതായിരിക്കും. ഷൊർണൂർ മണ്ഡലത്തിൽ ആര് UDF ജയിക്കും. കാരണം 5 വർഷക്കാലം LDF നാട്ടിലൊന്നും ചെയ്തിട്ടില്ല. തികച്ചും പിന്നെ മുമ്പത്തെ MLA എന്താണോ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു തുടർച്ച അത് ഫോളോ അപ്പ് ചെയ്തു എന്നതിലുപരിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വമ്പേ പരാജയമാണ് ഇപ്പോൾ ഉള്ള MLA. ഹരിഗോവിന്ദ മാഷ് നല്ല കാൻഡിഡേറ്റാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല വളക്കൂറുള്ള ഒരു മണ്ണെണ്ണയാണ് ഷൊർണൂർ മണ്ഡലം. ഹരിഗോവിന്ദ മാഷ് എന്തുകൊണ്ട് നല്ലൊരു കാൻഡിഡേറ്റാണ്. ഒരു തികഞ്ഞ ഗാന്ധിയനാണ് ഹരിഗോവിന്ദ മാഷ്. ആ നിലയ്ക്ക് തന്നെ UDF വീണ്ടും ഭരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആരാവും? അവിടെ ആര് ജയിക്കും? മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്? UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത്
മുന്നണി സംവിധാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് UDF ഭരണത്തിൽ വന്നതിന് ശേഷം അത് മുന്നണി തീരുമാനിക്കും. UDF കെട്ടുറപ്പുള്ള ഒരു ശക്തിയാണ്. ആ ശക്തി തീരുമാനിക്കും ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ നേതാക്കളൊക്കെ തന്നെ, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ അതിന് കഴിവുള്ള ആളുകളാണ്. രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും ആരാണെന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണി കൂടിയാലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. UDF അധികാരത്തിൽ വരും, ഒരു ഭരണമാറ്റം വേണം. ഷർണൂർ UDF ചാൻസും ഉണ്ട്. ആധിപത്യം LDFിനില്ലാണ്, എന്നാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. വികസനങ്ങൾ ഒരുപാട് ഷൊർണൂർ മണ്ഡലത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് LDFന് ഒരു തുടർച്ചയ്ക്ക് കാരണമാവും? ഇല്ല, അത് അവർ പറയാണ്, LDF അനുഭാവികൾ പറയാണ് വികസനം ഉണ്ട് എന്ന്. ഒരിക്കലും ഇല്ല. UDF വരാൻ ചാൻസ് ഉണ്ട്. അതിൽ വേറെ മാറ്റം വരാനൊന്നും പോകുന്നില്ല. അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മുടെ എബിസൈഡ് ടൗണ്, കുണ്ടൂർ പാത, നമ്മുടെ വില്ലേജ് ഓഫീസ്, ട്രഷറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ കാലയുടെ നിന്നുള്ള വാർത്ത പുതിയ പദ്ധതികൾ തീർച്ചയായും LDF തന്നെ പോകും. ഒരു മാറ്റമൊന്നുമില്ല. മുഖ്യമന്ത്രി ആരാവുന്നതാണ്? മുഖ്യമന്ത്രി പിണറായി ആവണം തന്നെയാണ്. എന്നറിയാം, നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ പെൻഷനും കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരു നിലപാട് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ മാറി മാറി അടികളും നടത്തുന്ന ആളുകളാണ്. കുറച്ചൊരു വ്യക്തിയാണ്. ആ നിലപാട് ഉറപ്പ് തന്നെയാണ്. നമുക്ക് പ്രളയകാലം, ഈ പുഴയിലടക്കം പ്രളയം ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തും ഗവൺമെൻറ് ഒരുപാട് അനുകൂലങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവിടെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യമാക്കും യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മോദി പ്രധാനമന്ത്രി വന്ന സമയത്ത് പറഞ്ഞിരുന്നു തൊഴിലും ഇനിയിപ്പോൾ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു അവർക്ക് വരാനുള്ള UDFനും BJPക്ക് ഇവിടെ വരാനുള്ള ഒരു സാധ്യതയായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ സാഹചര്യം UDFന് കാണുന്നില്ല. പിന്നെ BJP അങ്ങനെ അവരെ നിലപാട് അറിയാലോ നമുക്ക്. അവർ 10-15 വർഷം മുന്നേ കയറുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം കൊടുത്താണ്. നമുക്കറിയാം, വിദേശ പണങ്ങളൊക്കെ ഇന്ത്യയിൽ കൂടുന്ന 15 ലക്ഷത്തോളം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വന്നവരാണ്. പക്ഷേ ഇവിടെ നിന്ന് BJPയുടെ ഒരു പ്രവർത്തനം കാണാറില്ല. അപ്പോൾ BJP ഒന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.